ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇളമ്പൽ ജെറുസലേം ഇടവകയിലെ കുടുംബ ധ്യാനത്തിന് ഭാഗമാകുവാൻ സർവശക്തനായ ദൈവം നൽകിയ ഈ നിയോഗത്തിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകമായി ഈ ഇടവകയുടെ വികാരി ഗീവർഗീസ് അച്ഛൻ ഒത്തിരി അലഞ്ഞതിന് ശേഷം കണ്ടെത്തിയ ഒരു പരോക്കിൽ വികാരാണ് ഞാൻ. നിങ്ങളുടെ ഒരു നോട്ടീസ് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പരോക്കിൽ വികാർ ഓഫ് ഇമ്മാനുവേൽ മാർത്തോമാ ചർച്ച്. ആ പരോക്കിൽ എന്നുള്ള വാക്ക് എന്താണെന്ന് ഗൂഗിളിനോട് ചോദിച്ചു. അപ്പോൾ വലിയ അപകടകരമായ ഒരു വാക്കല്ല എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. ഇടവക വികാരി എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. എന്നാൽ വളരെ രസാവഹമായൊരു സംഭവം, ഈ നോട്ടീസ് കണ്ടതിന് ശേഷം എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അച്ഛന് മാർത്തോമാ സഭയിൽ പ്രത്യേക പട്ടം വല്ലതും കിട്ടിയോ? ഞങ്ങൾ വികാരി ജനറൽ കണ്ടിട്ടുണ്ട്, അസിസ്റ്റന്റ് വികാരി കണ്ടിട്ടുണ്ട്, ചാപ്ലെയിൻ കണ്ടിട്ടുണ്ട്. ഈ പരോക്കിൽ വികാർ എന്താണ്? നിനക്ക് പ്രത്യേക പട്ടം വല്ലതും തന്നു? ഞാൻ പറഞ്ഞു, അത് ഇളമ്പലിലെ ജെറുസലേം പള്ളിയിലെ അച്ഛൻ എനിക്ക് തന്ന പ്രത്യേക പട്ടമാണ്. അതെന്താണെന്ന് വൈകിട്ട് ഞാൻ അവിടെ ചോദിച്ചിട്ട് അച്ഛനോട് വ്യക്തമായിട്ട് പറയാൻ, നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ അച്ഛനെ സമീപിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ ദേവാലയത്തിൽ പ്രിയ അച്ഛൻ ശുശ്രൂഷയ്ക്ക് വന്നത് വളരെ ആത്മബന്ധം, ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം വർദ്ധിക്കുന്നതിന് കാരണമായി. അച്ഛൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചു, ഇടയാറന്മുള ദേശത്ത് ഞാൻ കിടങ്ങന്നൂർ അസിസ്റ്റന്റ് വികാരിയും അച്ഛൻ ആറന്മുള വികാരിയുമായിട്ട് പ്രവർത്തിച്ചു. എന്നാൽ ആ സമയത്ത് ആ വർഷം ഞാൻ 2 വർഷം പ്രവർത്തിച്ചു. അച്ഛൻ അവിടെ 3 വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ട്രാൻസ്ഫർ. 2 വർഷമായ അസിസ്റ്റന്റ് വികാരിയെ ചെങ്ങന്നൂർ തോമസ് തിരുമേനി അവിടുത്തെ ഒരു രീതി അനുസരിച്ച് അങ്ങനെയാണ്, സീനിയേഴ്സിനെ അസിസ്റ്റന്റ് ആക്കും, 2 വർഷം കഴിയുമ്പോൾ മാറ്റും. അപ്പോൾ എനിക്കും മാറ്റമുണ്ട്, അച്ഛനും മാറ്റമുണ്ട്. ഞങ്ങൾ 1ാമത്തെ ലിസ്റ്റായി, 2ാമത്തെ ലിസ്റ്റായി, 3ാമത്തെ ലിസ്റ്റ് വന്നപ്പോഴും ഞാൻ വിളങ്ങര വിലയന്തൂരും അച്ഛൻ മാത്രം ഇമ്മാനുവേലുമാണ്. കിടങ്ങന്നൂർ ദേവാലയത്തിലും അച്ഛൻ്റെ ദേവാലയത്തിലും കൽപ്പന വായിച്ചത് ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ മാത്രം ഇമ്മാനുവേലിലേക്ക് പോകുന്നു. കിടങ്ങന്നൂർ പള്ളിയിൽ വായിച്ച കൽപ്പനയിൽ മാത്യൂസ് അച്ഛൻ വിളങ്ങര വിലയന്തൂരിനെ പോകുന്നു. എന്നാൽ കൽപ്പന വായിച്ച് 2 ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് 2 പേർക്കും വിടർത്തൽ കൽപ്പന കിട്ടി. അവിടെ നിന്ന് മാറി അച്ഛൻ വിളങ്ങര വിലയന്തൂരിലേക്കും ഞാൻ മാത്രയിലേക്കും ആയി. രാത്രിയിൽ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ, ഞാൻ കാരണമാണ് ഇയാളൂടെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. എന്നെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ എന്നുള്ളതല്ല, സീനിയർ അച്ഛനെ ഉൾക്കൊള്ളുവാൻ മാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ട എന്ന് മെത്രാപ്പൊലീത്തെ അറിയിച്ചു. അതുകൊണ്ട് വിളങ്ങര വിലയന്തൂരിലേക്ക് എന്നെ വെക്കുന്നു, അച്ഛനെയാണ് വീണ്ടും മാത്രയിലേക്ക് വച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ, അച്ഛാ, ദൈവ നിയോഗമാണ്, എല്ലാം അതുപോലെ ആകട്ടെ. എന്നാൽ ഈ വർഷത്തെ ക്ലർജി മീറ്റിങ്ങിന് ആലുവായിൽ കൂടിയപ്പോൾ എനിക്ക് അതിൻ്റെ എന്തിനാണ് അങ്ങനെ ഒരു മാറ്റം ദൈവം വരുത്തിയതെന്ന് അച്ഛനിലൂടെ തന്നെ കേൾക്കാനിടയായി. ഞാൻ വിളങ്ങര വിലയന്തൂര് പോയായിരുന്നെങ്കിൽ അമ്പേ ഫ്ലോപ്പായി പോയ. കാരണം അവിടെ ഒരു പാഴ്സനേജ് ഇല്ല. ഞാൻ 2 പെൺകുഞ്ഞുങ്ങളെയും എൻ്റെ ഭാര്യയും കൊണ്ടൊക്കെ ഞാൻ അവിടെ പോയി വല്ല വാടക വീട്ടിലും താമസിക്കേണ്ടി വന്നു. എന്നാൽ വിളങ്ങര വിലയന്തൂരുകാരനായ ഗീവർഗീസ് അച്ഛനെ സഭ അവിടെ നിയോഗിച്ചത് അവർക്ക് ഒരു മനോഹരമായ പാഴ്സനേജ് ലഭ്യമാകുവാനായി ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. മാത്രയിൽ ഞാൻ വന്നതുകൊണ്ട് എന്തെങ്കിലും പദ്ധതിയായോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനി അവർ പിന്നാലെ പോയി കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ. അച്ഛൻ ആ പ്രദേശത്തിൻ്റെ മകനാണ്. ആ പ്രദേശത്ത് ജീവിച്ച് അനുഗ്രഹീതമായി അവിടെ 1 വർഷം 2 വർഷം, ഒറ്റ വർഷം, അത് മതി. നല്ല ആളുകൾക്ക് അത് മതി. ഒറ്റ വർഷം പ്രവർത്തിച്ചു, അവിടെ അത്ഭുതം നടത്തി.
അതിനുശേഷം അച്ഛന് ദൈവം വീണ്ടും ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്ന ഈ സെൻറ്ററിൽ വന്ന് ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ വികാരിയായിരിക്കാനായിട്ട് ദൈവം നിയോഗം കൊടുത്തു. ഇവിടെ കൊണ്ട് ഒരു തീരുമാനമൊക്കെ ആവുമായിരിക്കും. അതെന്തോ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് അച്ഛനും മനസ്സിലായി. എല്ലാം ദൈവത്തിൻ്റെ നിയോഗമാണ്. അതുകൊണ്ട് ഈ നിയോഗവും ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വലിയ നിയോഗമായി ജീവിതത്തിൽ ഞാൻ കാണുകയാണ്. അച്ഛനിലൂടെ അതിനൊരു മുഖാന്തരമായി എന്ന് മാത്രം. നിങ്ങളുടെ കുടുംബാധ്യാനത്തിന്, ഈ വർഷത്തെ കുടുംബാധ്യാനത്തിന് 1-ാം ദിനം അച്ഛന് തന്നെ വിളിച്ചപ്പോൾ വെള്ളിയാഴ്ച ദിനമായിരുന്നു എനിക്ക് കിട്ടിയത്. എന്നാൽ അത് പിന്നീട് വ്യാഴാഴ്ചയായി. ആദ്യം അത് വീടായിരുന്നു, പിന്നീട് അത് പള്ളിയായി. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇന്ന് മഴയാണ്. ദൈവം മുന്നേ കൂട്ടി തീരുമാനിച്ചു. നമ്മളെല്ലാവരും സുരക്ഷിതരായി മനോഹരമായ ദേവാലയത്തിനുള്ളിലിരുന്ന ശാന്തമായി ഈ ഫാനിൻ്റെ തണുപ്പും പരിസരത്തിൻ്റെ തണുപ്പും എല്ലാം കൂടെ ചേർത്ത് ഉറക്കാൻ പറ്റിയതായ താരാട്ടുപാട്ടുമായി വരുന്ന അച്ഛൻ്റെ ശബ്ദം കേട്ട് മനോഹരമായി ഉറങ്ങാനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നിയോഗമാണ് ഇത്. ഒറ്റ കുഞ്ഞുങ്ങൾ ഉറങ്ങരുത്. ഉറങ്ങിയാൽ നമ്മുടെ സഭയിലെ അനുഗ്രഹീതനായ കൺവെൻഷൻ പ്രസംഗൻ സാം ടി കോശി അച്ഛനെ കടമെടുത്തുകൊണ്ട് ഞാനൊരു വാക്ക് പറയും. ഉറങ്ങിയാൽ, നിങ്ങൾ ഉറങ്ങിയാൽ സ്വർഗം എനിക്ക് കിട്ടും. നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ചുളുവിന് എനിക്ക് സ്വർഗം തരാൻ? ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങരുത്. ഉറങ്ങിയാൽ എനിക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആരും ഉറങ്ങരുത്. ഞാൻ ഈ പറയുന്നതായ വചനം ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ കേൾക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനമാണ് ഞാൻ ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 6 വരെ. ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്നിട്ട് യേശു ഗലീല വിട്ടു. യോർദാനക്കരെ യഹൂദ പ്രദേശത്തിൻ്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഞങ്ങൾക്ക് വിഭാവന ചെയ്തു നൽകിയ അനുഗ്രഹീതമായ കുടുംബ ജീവിതത്തിനായി സ്തോത്രം. അതിൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും നീ കൂടെയുണ്ട്. നീയാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്. ഞങ്ങൾ ബലഹീനരാകുന്നു. മാനുഷികമായ ചിന്തകൾ കാരണം, ബാഹ്യ ശക്തികളുടെ പ്രേരണ കാരണം പലപ്പോഴും അവിടുന്ന് കൂട്ടിച്ചേർത്ത് മനോഹരമെന്ന് കണ്ട് ഈ കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്നുണ്ടാകാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഹൃദയം കഠിനപ്പെടുമ്പോൾ നീ ഏൽപ്പിച്ചതായ കുടുംബ ജീവിതത്തെ നശിപ്പിച്ച് ഞങ്ങൾ ഓടിയിട്ടുണ്ട്. എന്നാൽ കർത്താവേ, കാലാകാലങ്ങളിൽ നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വർഷവും കുടുംബാധ്യാനത്തിലൂടെ ദൈവം കൂട്ടിച്ചേർത്ത് മനോഹരമെന്ന് കണ്ട ഈ സംവിധാനത്തെ അനുഗ്രഹീതമായി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുവാനായി തിരുവചനത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തോട് നിന്റെ ആത്മാവിൻ്റെ നിറവിൽ സംസാരിക്കണമേ. തെറ്റായ എന്തെങ്കിലും ഞങ്ങൾ കൂടെ കൊണ്ടു നടന്ന് കഠിനമായ ഹൃദയത്തിൻ്റെ അനുഭവത്തിലൂടെ നീ മനോഹരമെന്ന് കണ്ട് അനുഗ്രഹീതമായ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം വചനത്തിൻ്റെ ശക്തിയാൽ, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അനുഭവത്തിലൂടെ, വിശുദ്ധ കൂദാശയിലൂടെ ലഭ്യമായ ആ വലിയ ദൈവകൃപയുടെ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവേ, ബാഹ്യശക്തികളെ, കഠിന ഹൃദയങ്ങളെ തോൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചന കേൾവി ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ തിരുവചനം എവിടെയാ വായിച്ച് കേട്ടിട്ടുള്ളത്? ഏത് സന്ദർഭത്തിലാണ്? ഇന്നിപ്പോൾ അച്ഛനും ഇത് തന്നെയാ പറഞ്ഞു തുടങ്ങിയത്. ബാക്കി അച്ഛൻ നാളെ പറയും, ഫാമിലിയുടെ ബാക്കി. എന്നാൽ അച്ഛൻ അതിനോടൊപ്പം ഈ വിവാഹത്തിൻ്റെ കൂദാശയുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിവാഹ കൂദാശയിൽ ഏവൻഗേലിയോനായി വായിക്കുന്ന വേദഭാഗമാണ് ഇത്.
അന്ന് ഇവിടെ വന്ന് നിന്നപ്പോൾ ഇത് വല്ലതും കേട്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഒന്ന് ടെൻഷനാ, കെട്ടിക്കുന്ന അച്ഛൻ്റെ കണ്ണുരുണ്ടിരിക്കുന്നു, വന്ന് തിരുമേനി കണ്ണാടിയുടെ ഇടയ്ക്കൂടെ നോക്കിയോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഭാരങ്ങളാൽ നമ്മളിങ്ങനെ വല്ലാത്ത ടെൻഷനിലും വിറച്ചു നിന്നപ്പം എവങ്കേലിയോനൊന്നും കേട്ടില്ല. ഏവങ്കേലിയോൻ വായിക്കുന്നതിന് മുമ്പേ കാർമികൻ മുന്നോട്ട് വന്ന് ചെയ്യുന്നത് എന്താണ്? കാപ്പായിട്ടിരിക്കുന്ന ആൾ എന്താണ് മുന്നോട്ട് വന്ന് ചെയ്യുന്നത്? എന്താണ്? എന്തോ പിടിപ്പിക്കും? കൈ പിടിപ്പിക്കും. കൈ പിടിപ്പിച്ചിട്ട് അച്ഛൻ അല്ലെങ്കിൽ തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഏവൻഗേലിയോൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷമേ കൈവിടാവൂ. ഈ ആദ്യം പറഞ്ഞ കാര്യം അങ്ങ് ചിലരൊക്കെ അങ്ങ് മറന്നുപോകും. ഏവൻഗേലിയോൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷമേ കൈവിടാവൂ. ഏവൻഗേലിയോൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ സുവിശേഷം. ഈ സുവിശേഷത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം ഈ കൈ കൂട്ടിച്ചേർക്കപ്പെടുവാനും അത് അനുഗ്രഹീതമായി മുന്നോട്ട് ബന്ധിച്ച് കൊണ്ടുപോകുവാനും. അത് വിട്ടുപോകുവാൻ ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നില്ല. വായിച്ച തീരുവോളം, അന്ത്യത്തോളം, ജീവിതാന്ത്യത്തോളം, മരണം മൂലം വേർപെടുത്തുന്ന നാൾ വരെയും ഈ സുവിശേഷത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് നിലനിൽക്കപ്പെടണം. എന്നാൽ ഇന്ന് പലപ്പോഴും ഈ സുവിശേഷത്തിൻ്റെ ആ ശക്തിയെ തിരിച്ചറിയാതെ ജീവിത അനുഭവങ്ങളിൽ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഈ ബന്ധങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് മത്സരിക്കുന്ന ജീവിത രീതി പ്രായത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ഇന്നുണ്ട്, അല്ലേ? ഡിവോഴ്സ് ഒരു കാലഘട്ടത്തിൽ ചെറുതായി ആരംഭിച്ചതായ കുടുംബങ്ങളിലായിരുന്നു എങ്കിൽ ഒരു 2 or 3 മാസമോ അല്ലെങ്കിൽ വർഷമോ ഒക്കെ ആയിരുന്നവരിലായിരുന്നെങ്കിൽ ഇന്ന് 60 വയസ്സായ അപ്പച്ചനും അമ്മച്ചിക്കും പോലും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? ഈ വചനത്തെ നമ്മൾ മറക്കുന്നത് കൊണ്ടാണ് നമ്മൾ കൈവിട്ട് പോകുവാനായിട്ട് ഇടയാകുന്നത്. ഒരു ഭർത്താവും ഭാര്യയും ഹോട്ടലിൽ മുറിയെടുത്തു. മുറിക്കകത്ത് കടന്ന് അവർ കാണുന്നത് മേശപ്പുറത്തിരിക്കുന്ന, ആ ഹോട്ടലിൻ്റെ മുറിയുടെ മേശപ്പുറത്തിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നമുക്ക് പോകാം. ഇരുവരും താക്കോൽ തിരിച്ചേൽപ്പിക്കുവാനായി ഹോട്ടലിൻ്റെ മാനേജറുടെ അടുക്കൽ എത്തി. മാനേജർ ചോദിച്ചു, എന്ത് പറ്റി? റൂമിൻ്റെ വല്ല പ്രയാസങ്ങൾ കൊണ്ടാണോ? നിങ്ങൾ എന്തിനാണ് റൂം എടുത്തിട്ട് ഉടനെ തന്നെ താക്കോല് തിരിച്ചേൽപ്പിക്കുവാനായി വരുന്നത്? അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, ബൈബിൾ കണ്ടപ്പോൾ ആ ദിവസം ഓർമ്മ വന്നു, ദൈവം യോജിപ്പിച്ചതിനെ ഞങ്ങളായിട്ട് വേർപെടുത്തണ്ട എന്ന് തീരുമാനിച്ചു. ബൈബിൾ കണ്ടപ്പോൾ ആ ദിവസം ഓർമ്മ വന്നു, ദൈവം കൂട്ടിച്ചേർത്തതിനെ ഞങ്ങളായിട്ട് വേർപെടുത്തണ്ട എന്ന് തീരുമാനിച്ചു. മാനേജർ ചോദിച്ചു, നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? ഭർത്താവ് പറഞ്ഞു, അതെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, എന്നാൽ എൻ്റെ ഭാര്യ ഇവളല്ല, ഇവളുടെ ഭർത്താവ് ഞാനും അല്ല. എൻ്റെ ഭാര്യ ഇവളല്ല, ഇവളുടെ ഭർത്താവ് ഞാനും അല്ല. വേറെ ആരാണ്ടുടെ ഭാര്യയും വേറെ ആരാണ്ടുടെ ഭർത്താവുമായ 2 പേർ റൂം ബുക്ക് ചെയ്തു. റൂമിൽ കയറിയപ്പോൾ എന്ത് കണ്ടു? വിശുദ്ധ വേദപുസ്തകം കണ്ടു. മുമ്പേ പറഞ്ഞതായ ഏവങ്കേലിയോൻ വായന, ആ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വായനയിലൂടെ, പാരായണത്തിലൂടെ ഒന്നാക്കി ചേർത്ത ആ ദിനത്തെ ഓർമ്മ വന്നു. അപ്പോൾ വലിയ അപകടത്തിൽ നിന്ന് 2 കുടുംബങ്ങൾ രക്ഷപ്പെടുകയാണ്. 2 കുടുംബങ്ങളെ തകർച്ചയിൽ നിന്ന് രക്ഷിപ്പാൻ വിശുദ്ധ വേദപുസ്തകത്തിന് കഴിയുന്നു. വിവാഹത്തിൽ നടത്തിയ സമർപ്പണത്തിൻ്റെ ആഴം ഗ്രഹിച്ചാൽ വിവാഹമോചനം അസാധ്യമാണ് എന്ന് ബോധ്യമാകും. വിവാഹ ബന്ധത്തിലൂടെ, ലിറ്റർജിയുടേതായ ആ അനുഭവത്തിലൂടെ, കൂട്ടിച്ചേർക്കപ്പെട്ടതായ തിരുവചനത്തിൻ്റെ അനുഭവത്തിലൂടെ രൂപപ്പെടുത്തപ്പെട്ടതായ ചൊല്ലുകളുള്ള വിവാഹ കുദാശയുടെ ലിറ്റർജിയുടെ അനുഭവത്തിലൂടെ രൂപപ്പെടുത്തിയെടുത്തതായ ആ വിവാഹ ജീവിതത്തെ, ആ കുടുംബ ജീവിതത്തെ ഈ വചനത്തെ വിടുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ ആ നിമിഷം ദൈവം തമ്പുരാൻ ഈ വചനം ഓർമ്മയിൽ തരും. തെറ്റായ
കഠിന ഹൃദയത്തിൻ്റെ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, കുടുംബ ജീവിതത്തെ ലംഘിച്ച് പോകത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ, പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുമ്പോൾ ആദ്യമേ ഈ ദിനം ഏത് ദേവാലയത്തിലാണോ കൂട്ടിച്ചേർക്കപ്പെട്ടത്, ഏത് അനുഭവത്തിലാണോ ഒന്നായി ചേർന്നത്, ഏത് വിശുദ്ധ വിവാഹത്തിൻ്റെ അനുഭവം ഏത് ആലയത്തിൽ വെച്ച് ലഭ്യമായി, ഈ അനുഭവം ആദ്യം ഓടിയെത്തും. പക്ഷേ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ട് വചനത്തെ മറന്ന് ആര് മുമ്പോട്ട് പോകുന്നു, അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ട് ഈ അനുഭവത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായി ഇടയാകും. ആദ്യ സുവിശേഷത്തിലെ 5-ാമത്തെ കഥാവിവരണമാണ് നാം ഇവിടെ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 22-ാം അധ്യായം 46 വരെയുള്ള ഭാഗങ്ങളാണ് 5-ാമത്തെ കഥാവിവരണം. സഭയെക്കുറിച്ചാണ് ഇതിന് തൊട്ടു മുമ്പ് വർണ്ണിക്കുന്നത്. സഭാംഗങ്ങളുടെ വിവാഹമോചനത്തിന് സാധ്യതയുണ്ടോ, ബ്രഹ്മചാര്യം, വിവാഹിതരുടെ മക്കൾ, സഭാംഗങ്ങൾക്ക് പണത്തോടുള്ള മനോഭാവം, രക്ഷാചരിത്രത്തിൽ സഭാംഗങ്ങളുടെ പങ്ക് എന്നീ കാര്യങ്ങളാണ് ഈ 19 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ ചർച്ചയാണ്, വലിയ കഥാവിവരണമാണ് വിശുദ്ധ മത്തായി സുവിശേഷകൻ ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. എന്താണ്? യേശു ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര തിരിക്കുകയാണ്. തൻ്റെ നിയോഗ ദൗത്യത്തിൻ്റെ പുതിയ ഭൂമിശാസ്ത്ര മേഖലയിലേക്ക് യേശു കാലെടുത്ത് വെക്കുകയാണ്. എവിടെ നിന്ന്? ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക്, പുതിയ ഒരു മേഖലയിലേക്ക് യേശു തൻ്റെ പ്രവർത്തനത്തിൻ്റെ കാലെടുത്ത് വെക്കുകയാണ്. 19-ന്റെ 1 നമ്മൾ എന്താണ് വായിക്കുന്നത്? ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്നിട്ട്, കഴിഞ്ഞ അധ്യായത്തിൽ അവതരിപ്പിച്ച സഭയെക്കുറിച്ചുള്ള പ്രഭാഷണം അവസാനിച്ച ശേഷം എന്നാണ് ഇതിനർത്ഥം. സഭയെക്കുറിച്ചാണ് ഇതിനു മുന്നേ ഉള്ള വേദഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗം പറഞ്ഞു തീർന്നതിന് ശേഷം എന്നാണ് അതിനർത്ഥം. മറ്റെല്ലാ പ്രഭാഷണങ്ങളിലും, ഈ 5 പ്രഭാഷണങ്ങളിലും നമുക്ക് ഇങ്ങനെ ഒരു സമാപനം അല്ലെങ്കിൽ ഒരു ആരംഭം കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ 11-ന്റെ 1 യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം 13-ന്റെ 53 ഈ ഉപമകളെ പറഞ്ഞ് തീർന്ന ശേഷം, ഇവിടെ എല്ലാം തന്നെ ഒന്നിന് ഉള്ള അത് അവസാനിച്ചു, പുതിയത് തുടങ്ങുന്നതിന് മുന്നമേ പറഞ്ഞു തീർന്നതിന് ശേഷം എന്നാണ് എല്ലാ ഭാഗങ്ങളും ആരംഭിക്കുന്നത്. പരീശന്മാർ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിലെ 3-ാമത്തെ വാക്യം. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അല്ലേ? ചോദ്യം മനസ്സിലായല്ലോ. ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. എന്താണ് ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം? മോശയുടെ നിയമത്തെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന യേശുവിൽ നിന്നുണ്ടായാൽ അത് യേശുവിൻ്റെ ജനകീയ അടിത്തറ ഇളകുന്നതിന് കാരണമാകും. എന്താണ്? ഈ കൽപ്പനകളെല്ലാം കൊടുത്തിരിക്കുന്ന ആരാണ്? മോശയിലൂടെ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളാണ്. ഈ കൽപ്പനകളിൽ ഏതെങ്കിലും യേശു തൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ലംഘിക്കുമോ? ഇതാണ് ഇവർക്ക് അറിയേണ്ടത്. അതിനാണ് ഈ കുടുക്ക് ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ഇതിന് മുന്നിലുള്ള പശ്ചാത്തലം നമുക്കറിയാം. സ്നാപക യോഹന്നാനെയും ഇങ്ങനെ ഒരു കുടുക്ക് ചോദ്യത്തിൻ്റെ അനുഭവത്തിൽ തല പോകുന്നതിന് ഇടയാകുന്നത്. യോഹന്നാൻ സ്നാപകൻ അവിടെ ശക്തമായി ഹെരോദ രാജാവിനോട് തൻ്റെ 2-ാം വിവാഹത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. സഹോദരൻ്റെ ഭാര്യ ഹെരോദിയെ സ്വന്തമാക്കുമ്പോൾ അതിനെതിരെ ഈ യോഹന്നാൻ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണമാണ് ഹെരോദ്യ തൻ്റെ മകളെ കൊണ്ട് രാജകൊട്ടാരത്തിൽ നൃത്തം ചെയ്യിച്ചിട്ട് സമ്മാനമായി ആരുടെ തല ചോദിച്ചത്? യോഹന്നാൻ സ്നാപകന്റെ തല ചോദിച്ചു. ഇതാണ് പശ്ചാത്തലം. യോഹന്നാന്റെ തല താലത്തിലെടുക്കുവാനായി കാരണമായി തീർന്നതായ 2-ാം വിവാഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വിവാഹമോചനത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ഒരു കുടുക്ക് ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ജനപിന്തുണയെ ഇല്ലാതാക്കുവാൻ, മോശയുടെ ന്യായപ്രമാണത്തിന്റെ വള്ളിപുള്ളികളെ ഇവൻ മാറ്റിക്കളയുമോ എന്ന് ചിന്തിക്കുവാനായിട്ട്, എന്ന് അത് തെളിയിക്കുവാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ എങ്ങനെ യേശു ഇതിനോട് പ്രതികരിക്കും? വിവാഹമോചനത്തെക്കുറിച്ച് യേശുവിൻ്റെ വീക്ഷണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ തന്നെ യേശു പറഞ്ഞിട്ടുണ്ട്.
എന്താണ് തനിക്ക് വിവാഹമോചനത്തെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതാണ് യേശു അവിടെ അതിന് മറുപടി കൊടുക്കുന്നത്. പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാലും അവനും വ്യഭിചാരം ചെയ്യുന്നു. ഇതായിരുന്നു യേശു ഈ 2-ാം വിവാഹത്തിന് അല്ലെങ്കിൽ വിവാഹമോചനത്തിനൊക്കെ ഉള്ള മറുപടിയായിട്ട് കൊടുക്കുന്നത്. പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാലും വ്യഭിചാരം ചെയ്യുന്നു. ഇവിടെ പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഏതെങ്കിലും കാരണത്താൽ വിവാഹമോചനമാകാമോ എന്നാണ് യേശുവിനോട് ചോദിക്കുന്നത്. ഇവർ വിവാഹമോചനത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്, വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവിടെയാണ് അവരുടെ കുടുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാഹമോചനം ശരിയാണോ തെറ്റാണോ എന്നല്ല ചോദിക്കുന്നത്, എന്താണ് വിവാഹമോചനത്തിനായിട്ട് നീ പറയുന്ന കാരണങ്ങൾ? കാരണം എന്താണ്? നമ്മളിപ്പം ഇതുപോലാണല്ലോ, എല്ലാം പോസ്റ്റ്മോർട്ടം നടത്തി സകല കാര്യങ്ങളും കണ്ടെത്തി അങ്ങ് തീരുമാനമെടുത്ത് കോടതിയുടെ തീരുമാനം എടുത്തതിന് ശേഷം സഭയിലോട്ട് വന്ന് പറയുന്നു. സകല പോസ്റ്റ്മോർട്ടവും നടത്തി എല്ലാ തീരുമാനവും എടുത്തിട്ട് വികാരി അച്ഛനോട് പറയും, അച്ഛാ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു വേർപിരിയാൻ. ആരാ തീരുമാനിച്ചത്? ഒന്നാകാൻ നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ചു? ദൈവത്തിൻ്റെതായ എന്തെങ്കിലും ചിന്താഗതികൾ അതിനകത്തുണ്ടായിരുന്നോ? ഒന്നുമില്ല. പിരിയാനും ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല. ഞങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി, ചിലതൊക്കെ കണ്ടെത്തി, ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഇവിടെയും ഇതാണ് ഈ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, എന്തെങ്കിലും കാരണമുണ്ടോ ഈ കൂടെ കൊണ്ട് നടക്കുന്നതിനെ ഒന്ന് ഉപേക്ഷിക്കും? കാരണങ്ങളാണ് അന്വേഷിക്കുന്നത്. എന്താണ് ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം? ആവർത്തന നിയമത്തിൽ മോശ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 24:1 ഒരു പുരുഷന് ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവന് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. ഇതാണ് മോശ കൊടുത്ത കൽപ്പന. ആവർത്തന പുസ്തകം 24:1 നമ്മളിത് വായിക്കുന്നു. എന്തെങ്കിലും ദൂഷ്യമായത് വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. ഇതായിരുന്നു ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ. എന്നാൽ റബിമാരുടെ 2 പഠിപ്പിക്കലുണ്ട്. 2 ഗ്രൂപ്പുകൾ 2 വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഹില്ലേൽ എന്ന റബിമാരുടെ പള്ളിക്കൂടങ്ങൾ ഭാര്യ തയ്യാറാക്കിയ കറിയിൽ ഉപ്പ് കൂടി തുടങ്ങിയ ചെറിയ കയ്യബദ്ധങ്ങൾ പോലും വിവാഹ മോചനത്തിന് കാരണമാകും. ഹില്ലേൽ എന്ന റബി കൂട്ടം എന്താണ് പഠിപ്പിക്കുന്നത്? ചെറിയ എന്തെങ്കിലും കയ്യബദ്ധങ്ങൾ ഭാര്യയ്ക്ക് വന്നാൽ പോലും, അതായത് കറിക്ക് അല്പം ഉപ്പ് കൂടി എന്ന് ഭർത്താവിന് ബോധ്യപ്പെട്ടാൽ പോലും ഉപേക്ഷിക്കാം. ചിരിക്കുമ്പം പല്ല് കണ്ടെന്ന് പറഞ്ഞു വേണമെങ്കിൽ ഉപേക്ഷിക്കാം, അല്ലേ? അങ്ങനെ നിസാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാവുന്ന ഒരു പഠിപ്പിക്കൽ ഗ്രൂപ്പാണ് ഹില്ലേൽ. 2ാമത്തെ ഗ്രൂപ്പാണ് ഷമ്മായി. ഷമ്മായി എന്നു പേരുള്ള റബിമാരുടെ പള്ളിക്കൂടങ്ങൾ ഭാര്യയുടെ വ്യഭിചാരം തുടങ്ങിയ ഗൗരവപൂർണമായ കാരണങ്ങളിൽ മാത്രമേ വിവാഹമോചനത്തിന് കാരണമായി പറയുന്നുള്ളൂ. അത് ചൂടെ സീരിയസ് ആയ ഒരു പഠിപ്പിക്കൽ ഗ്രൂപ്പാണ് ഷമ്മായി. അവർ പറയുന്നു, വിവാഹമോചനം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യഭിചാര കുറ്റത്തിൽ പിടിക്കണം. ഈ തർക്കത്തിൽ യേശു ആരുടെ പക്ഷത്താണ് എന്നാണ് ചോദ്യം. ഇവർ ഈ ചോദ്യം ചോദിച്ചു വരുന്നത്, നീ ഷമ്മായി ഗ്രൂപ്പിലാണോ ഹില്ലേൽ ഗ്രൂപ്പിലാണോ? ആദ്യമേ യേശു പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം മൂലമല്ലാതെ, ദുർനടപ്പ് മൂലമല്ലാതെ ആരെയും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തന്നെ അറിയാവുന്നതാണ്. എന്നാലും കുടുക്കുമായിട്ട് വരികയാണ്. നീ ഇതിൽ ആരുടെ പക്ഷത്താണ്? നീ ഹില്ലേലിലാണോ ഷമ്മായിലാണോ എന്ന ചോദ്യം. ഈ തർക്കത്തിൽ യേശു ആരുടെ പക്ഷത്താണ് എന്നാണ് ചോദ്യം. ഈ വേദഭാഗത്തിലൂടെ നമ്മൾ ഏവെങ്കിലുനായി വിവാഹ കുദാശയിൽ വായിക്കുന്ന, ഇന്ന് ധ്യാനത്തിനായി നമ്മൾ വായിച്ചിരിക്കുന്ന ഈ വേദഭാഗത്തിലൂടെ ഞാൻ പ്രധാനമായി പറയുവാൻ ശ്രമിക്കുന്നത്, കുടുംബ ജീവിതം നയിക്കുന്നവരെയും ഇനിയും നയിക്കാൻ ആഗ്രഹിക്കുന്നവരെയും യേശു പഠിപ്പിക്കുന്ന പാഠങ്ങളുടെ ആഴത്തിലേക്ക് ഒന്ന് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു എന്താണ് ഈ പഠിപ്പിക്കലിലൂടെ ഉദ്ദേശിക്കുന്നത്? വിവാഹം മോചിക്കുവാനുള്ള കാര്യങ്ങളുടേതായ ഒരു അനുഭവത്തിനെക്കാട്ടിലും ഉപരി വിവാഹിതരുടെ ജീവിതം
ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് സുസ്ഥിരമായി നിലനിൽക്കുവാൻ മരണം മൂലമല്ലാതെ ഓർപിരിച്ചു കൂടാ എന്നുള്ളതായ ഏറ്റവും ശക്തമായ ആശയം യേശു പറയുന്നതായ വേദഭാഗങ്ങളെ വ്യക്തമായി ആഴത്തിൽ ഒന്നും കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമായ വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന വേദവാക്യങ്ങളിലൂടെ കർത്താവ് അർത്ഥമാക്കുന്നത്? ഒന്ന്, വിവാഹം വേർപിരിയാൻ പാടില്ലാത്ത ഉടമ്പടിയാണ്. വിവാഹം വേർപിരിയാൻ പാടില്ലാത്ത ഉടമ്പടിയാണ്. ഈ പാടില്ലാത്ത എന്ന് പറയുമ്പോൾ പണ്ട് ബസ്സിലൊക്കെ എഴുതി വച്ചേക്കുന്ന ആ പാടില്ലായ്മയല്ല. സിഗരറ്റ് വലി പാടില്ല എന്ന് പറയുന്ന ഒരു എഴുത്ത് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം അതിന് യുവാക്കൾ പറയുന്ന ഇത് വളരെ ഈസിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വലിച്ചു വിടുന്നത്. ആ പാടില്ലായ്മയല്ല. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. മാരേജ് ഈസ് ആൻ ഇൻസെപ്പറബിൾ എഗ്രിമെന്റ്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എഗ്രിമെന്റ് ആണ് മാരേജ്. ഇതൊരു ഉടമ്പടിയാണ്. എന്താണ്? വിവാഹം വേർപിരിയാൻ പാടില്ലാത്ത ഉടമ്പടിയാണ്. ദൈവത്തിൻ്റെ മൗലിക പദ്ധതി അനുസരിച്ച് വിവാഹിതരായ സ്ത്രീയും പുരുഷനും ചേർന്ന് ഒരു ശരീരമായി തീരുന്നു. അതിനാലാണ് ഈ വിവാഹം ശക്തമായ ഒരു ഉടമ്പടിയായി തീരുന്നത്. ദൈവമാണ് ഇതിനെ കൂട്ടിച്ചേർക്കുന്നത്. അതിൽ ആ വിവാഹിതരാകുന്ന വ്യക്തിത്വങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം വിവാഹം മോചിക്കുവാൻ ഇടയാകരുത് എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ദൈവമാണ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്, വചനമാണ് ഒന്നാക്കുന്നത്. അതുകൊണ്ട് വചനം ഒന്നാക്കിയതിനെ, ക്രിസ്തു ഒന്നാക്കിയതിനെ ഒരു കാരണവശാലും ഒരു കാര്യം പറഞ്ഞും എത്ര വലിയ പോസ്റ്റ്മോർട്ടം നടത്തി എത്ര വലിയ റീസൺസുകൾ കണ്ടെത്തിയാലും അത് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. 3 പേർ വലിയ ഒന്നായിത്തീരുന്ന അനുഭവമാണ് വിവാഹം. പുരുഷൻ, സ്ത്രീ, ദൈവം. പുരുഷൻ പ്ലസ് സ്ത്രീ പ്ലസ് ദൈവം സമം കുടുംബം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം ശക്തമായ ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമായി, ഒരു ഉടമ്പടിയുടെ ഭാഗമായി ദൈവാശ്രയത്തോടെ ദൈവം നിയോഗിച്ച് നമുക്ക് നൽകിയതാണ്. ഇതിനെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയകാഠിന്യ നിമിത്തം ഉപേക്ഷിക്കുവാനായി കാര്യകാരണങ്ങൾ കണ്ടെത്തി അതിനെ നിരത്തിക്കൊണ്ട് പദ്ധതി ഒരുക്കുകയാണ് എങ്കിൽ അത് വലിയ അപകടമാണ്. അത് ദൈവനിന്ദയാണ്, ദൈവത്തെ മറന്നുകൊണ്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് കാരണത്താലായാലും ദൈവം കൂട്ടിച്ചേർത്തതിനെ ഉപേക്ഷിക്കരുതെന്നുള്ള ആഴമേറിയ അനുഭവമാണ് ഈ വചനത്തിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത്. പുരുഷന്റെ, സ്ത്രീയുടെ ശാരീരികവും ആധ്യാത്മികവുമായ ഒന്നുചേരലാണ് കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത്. മാതാപിതാക്കളെ വിട്ടുപേക്ഷിച്ചാണ് ഭാര്യയും ഭർത്താവും ദൈവത്തിൽ ഒന്നാകുന്നത്. ജന്മം തന്നവരെയും ജനിച്ച കുടുംബത്തെയും ഉപേക്ഷിച്ച് അവർ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റാണ്. അതുകൊണ്ടാണ് അപ്പനെയും അമ്മയും വിട്ട് അവൻ ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെറുപ്പക്കാർക്ക് വലിയ സന്തോഷം. ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഇതേതാണ്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ ചാടി ഇതിനകത്ത് കയറുന്നില്ല. പണ്ടില്ല KSRTC ബസ് കയറുന്നതിനാണൊക്കെ ചില പുള്ളികൾ കല്യാണം കഴിക്കുന്നത്. അങ്ങ് നിർത്തിക്കൂടാഞ്ഞ് വയ്യ, അങ്ങ് ബസ് അങ്ങ് നിർത്തിയാൽ മതി, അങ്ങ് കയറിയാൽ മതി എന്നുള്ള ചിന്തയാണ്. കയറി കഴിഞ്ഞിട്ട് ഇതിനകത്ത് എങ്ങനെയും അങ്ങ് ഇറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാണ്. അതിനല്ല വിവാഹം കഴിക്കേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ധാരണ ഇതങ്ങ് ചുളുവിന് കയറി ചുളുവിന് അങ്ങ് ഇറങ്ങിപ്പോകാം എന്നുള്ള ഒരു ധാരണയാണ്. അതല്ല. എന്താണ്? ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റായി ദൈവം ഒരു കുടുംബത്തെ തനിക്ക് വേണ്ടി സൃഷ്ടികർമ്മം തുടരുവാനായി ദൈവം ഇവിടെ വചനത്താൽ കരം കോർത്ത് പിടിപ്പിച്ച് അയക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഒരു സൃഷ്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു സെപ്പറേറ്റ് യൂണിറ്റായി നിങ്ങളെ ദൈവം നിയോഗിച്ചാക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പനെയും അമ്മയും വിട്ട് അവൻ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒന്നായി തീരുന്നു. ഇതൊരു പുതിയ കുടുംബം ഭൂമിയിൽ വിവാഹത്തോടെ സ്ഥാപിതമാകുന്നത് കൊണ്ടാണ് ഉൽപ്പത്തി മുതൽ മത്തായി സുവിശേഷം വരെ കർത്താവ് ദൈവം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഒന്നായി ചേരലിൻ്റെ അനുഭവത്തെ മറന്നിട്ട് രണ്ടായി മാറുവാൻ ഈ ദൈവത്തെ വിട്ടിട്ട് ആര് ശ്രമിക്കുന്നുവോ അവരെല്ലാവരും തന്നെ യേശുവിനെ കുടുക്കു ചോദ്യത്തിൽ പിടിക്കുവാനായി വന്ന പരീക്ഷന്മാരുടെ ചോദ്യത്തിൽ
കർത്താവ് പറയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മോശ ഇങ്ങനൊരു കൽപ്പന നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ നിശ്ചയമല്ല. ഉയരത്തിലെ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തത് ലോകാന്ത്യം വരെ ഒരു സെപ്പറേറ്റ് യൂണിറ്റായി നിന്ന് ദൈവത്തിന് വേണ്ടി സൃഷ്ടികർമ്മത്തെ തുടരുവാനായി ദൈവം നിയോഗിച്ചിരിക്കുന്ന വലിയ അനുഭവമാണ് ഈ കുടുംബജീവിതം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചെറുതും വലുതുമായ കാര്യങ്ങൾ അന്യായമായി നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറി ഈ ദൈവത്തിൻ്റെ ഉടമ്പടിയെ മറക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യാറുണ്ടോ? ഇന്ന് പല കുടുംബങ്ങളിലും മൊബൈലൊക്കെ വരുത്തുന്ന വിപത്ത് എത്ര വലുതാണ്. ഒന്ന് പരസ്പരം സംസാരിപ്പാൻ ഇന്ന് സമയമില്ല. ഒന്ന് ഓപ്പണായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുവാനായിട്ടൊന്നും സമയമില്ല. എല്ലാം ഇന്ന് ഇതിനകത്തൂടെ മെസ്സേജ് അയപ്പാണ്. ഞാൻ വന്നു, ഞാൻ പോയി, ഞാൻ കഴിക്കുന്ന എല്ലാം അവിടെ വച്ചിട്ടുണ്ട്, ഇവിടെ വച്ചിട്ടുണ്ട്, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയപ്പാണ്. പരസ്പരമുള്ള സംസാരമില്ല. ഈ വാട്സപ്പിൽ വന്ന ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ വഴിയരികിൽ ഇരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് യമൻ, അതായത് കാലൻ, കടന്നു വരികയാണ്. വഴിയിൽ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്ന ഗോപാലനോട് ഈ കാലൻ പറയുകയാണ്, അളിയ, ഞാൻ കാലനാണ്, ഞാൻ യമനാണ്, ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗോപാലൻ, ഈ മനുഷ്യൻ പറയുകയാണ്, എന്നാ പരിപാടിയാ? 2-3 വർഷമൊക്കെ ആയതേ ഉള്ളൂ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അസുഖവും പ്രയാസവും ഒന്നുമില്ല, നല്ല ആരോഗ്യവാനാണ് ഞാനിപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഗോപാലനോട് ഈ യമൻ പറയുകയാണ്, എടാ ഗോപാല, നീ നിന്റെ ഫോൺ ലോക്ക് ചെയ്യാതെ വീട്ടിൽ വച്ചിരിക്കുന്നത്, അതിലുള്ള മെസ്സേജ് എല്ലാം നിന്റെ ഭാര്യ വായിച്ചുകൊണ്ടിരിക്കുക. ഗോപാലൻ തോളത്ത് കിടന്ന തോർത്ത് താഴെ ഒരു കുട ഉടഞ്ഞിട്ട് യമനോട് പറഞ്ഞു, ബാ ശരി, പോവാം. എവിടോട്ട് പോവാം? വീട്ടിലോട്ട് പോവാന്നല്ല പറഞ്ഞു, അങ്ങ് കാലന്റെ കൂടെ പൊക്കോളാം. കാരണം എന്താ? വീട്ടിൽ ചെന്നാൽ അവള് വച്ചേക്കത്തില്ല, അന്നേരെ കൊല്ലും. അതിനെക്കാട്ടി നല്ലത് ഇയാടെ കൂടെ അങ്ങ് പോകുന്നതല്ലേ. ഏതാണ്ട് മരണം ഉറപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഇതുപോലുള്ള അപകടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. എല്ലാം ഇതിലാണ്. പരസ്പരം ഫേസ് ടു ഫേസ് സംസാരിപ്പാൻ ഇന്ന് ആർക്കും അറിയാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുവാൻ സോഷ്യൽ മീഡിയയും ഈ ടെക്നോളജിയും എല്ലാം ഇന്ന് വല്ലാതെ നമ്മുടെ കുടുംബങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഓപ്പൺനെസ്സുമില്ല. പരസ്പരം ഒന്ന് സംസാരിക്കുകയോ സ്നേഹത്തിൽ ഇടപെടുകയോ ചെയ്യുവാനായിട്ടൊന്നും മനുഷ്യർക്ക് പറ്റാത്ത അവസ്ഥയിൽ പേടിയാണ്. പഴയതെന്തെങ്കിലും അറിയുമോ, പുതിയതെന്തെങ്കിലും അറിയുമോ, ഇതെല്ലാം ഇവളെന്നറിയും അവനെന്നറിയുമെന്നുള്ള കൺഫ്യൂഷനാണ്. ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയെ ലംഘിക്കുന്ന എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് നോ പറയുവാൻ ഈ വചനത്തിലൂടെ തന്നെ നമുക്ക് സാധ്യമാകണം. ദൈവമേ, പറ്റിപ്പോയി, തെറ്റുകൾ, കുറ്റങ്ങൾ ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗമാണ്. നീ എനിക്ക് തന്ന തുണയോട് ഞാൻ തെറ്റ് ചെയ്തു. ഞാനിത് അവളോടും അവൻ അവളോടും ഒക്കെ പറയേണ്ടതുപോലെ ഏറ്റുപറഞ്ഞ് പരസ്പരം ക്ഷമിച്ച് വഹിച്ച് പോകുവാൻ ഇന്ന് സാധിക്കുന്നുണ്ടോ? വിഭാഗത്തിൻ്റെ ലിറ്റർജിയിലൊക്കെ വ്യക്തമായി ഓർപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും വഹിച്ചും മുന്നോട്ട് പോകണം. ഇപ്പം വഹിച്ചാ മുന്നോട്ട് പോകണം, സഹിക്കുക, അതൊന്നും അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ദൈവത്തിൽ ക്ഷമിച്ച്, പരസ്പരം ദൈവ സ്നേഹത്തിൻ്റെ അനുഭവത്തെ കുടുംബത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട് അല്ലേ? കുടുംബമാകുമ്പോൾ എന്തോ ചട്ടിയും കലവുമായിട്ടൊക്കെ ഇരിക്കും എന്നൊക്കെ പറയാറില്ല, അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ഓർക്കണം, ഈ അനുഭവങ്ങളെ വ്യക്തമായി ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ അവിടെ അവസാനിക്കും.
അതാണല്ലോ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ 50-60 വർഷമൊക്കെ കുടുംബജീവിതം തുടരുന്നവരുണ്ട്, നടത്തിയവരുണ്ട്. എന്താണ് അതിന് കാരണം? നിങ്ങൾ പറയാം അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു വെച്ചാൽ അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ഉറച്ചു നിന്നത്. അല്ല, അവർ ഈ വചനത്തിൽ ആശ്രയിച്ചതാണ് പ്രധാന കാരണം. അവരെ കൂട്ടിച്ചേർത്തത് ദൈവമാണെന്നുള്ള ബോധ്യവും, ഇത് എൻ്റെ ദൈവവുമായി എനിക്കൊരു ഉടമ്പടി ബന്ധം ഉണ്ടായതുകൊണ്ടാണ് ദൈവം എന്നെ ഈ കുടുംബത്തിലേക്ക് ആക്കിയതെന്നും, അവൾ എൻ്റെ ഭാര്യയായി വന്നത് ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരമാണ് എന്ന് പുരുഷനും ബോധ്യമുണ്ടായതുകൊണ്ടാണ് ഈ ബന്ധങ്ങളിൽ ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടും ശക്തമായി മുന്നോട്ട് നിലനിന്നത്. ഇന്ന് അപശബ്ദങ്ങളായിക്കൊള്ളട്ടെ, ബാഹ്യശക്തികളുടെ പ്രവൃത്തികളായിക്കൊള്ളട്ടെ, എന്ത് കാര്യങ്ങൾ കടന്നു വന്നാലും സോഷ്യൽ മീഡിയയിലാണ് ഇത് ആദ്യം അറിയുന്നത്. അപ്പനും അമ്മയും ഇടവികാരിയും ദേശത്ത് അറിയേണ്ടവരും അറിയുന്നതിന് മുന്നമേ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പ്രയാസങ്ങളെ അറിഞ്ഞിരിക്കും. പിന്നെ അത് സോൾവ് ചെയ്യാൻ ഒരു വ്യക്തിക്കും പറ്റാതെയാകുന്നു. പിന്നെയാണ് നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുക്ക്, സഭയുടെ കൗൺസിലേഴ്സ്, പിന്നെ അതിൻ്റെ വെളിയിലെ കൗൺസിലേഴ്സിൻ്റെ അടുക്ക് കടന്ന് ഓടുന്നത്. എന്നാൽ ഇതെല്ലാത്തിനും പോകുന്നതിന് മുമ്പേ പരസ്പരം കരം കോർത്തു പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും അവസരം കൊടുത്താൽ പല കുടുംബങ്ങളും തകരാതിരിക്കും. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ബാഹ്യശക്തികളുടെ പ്രവൃത്തികളും ഈ വ്യക്തികൾ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ട് ദൈവം കൂട്ടിച്ചേർത്ത ഈ വചനത്തിൻ്റെ ശക്തിയെ മറന്നിട്ട് അവരവരുടെ ഇഷ്ടത്തിനായി ഓടി ഒളിക്കുകയാണ്. അവിടെ വേദനിക്കുന്നത് ആരാണ് എന്ന് വ്യക്തമായി നമുക്കറിയാം. ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വല്ലാതെ ഹൃദയവേദനകൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അവർ ഈ സംവിധാനത്തിലേക്ക് കടന്നു വരുവാൻ പോലും തയ്യാറാകാതെ ഇരിക്കും. അച്ഛൻ ഓർമ്മിപ്പിച്ചല്ലോ, ഞാൻ അമേരിക്കയുടെ പ്രദേശങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്ത ആളാണ്. ആ കൊച്ചിടവകയിൽ തന്നെ 40-നും 50-നും ഒക്കെ ഇടയിലുള്ള വിവാഹം കഴിക്കാത്ത സ്ത്രീ പുരുഷന്മാർ ഒത്തിരി പേരുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പോയി ഉപജീവനത്തിനായി പോയ ആളുകളുടെ മക്കളാണ്. അവരൊക്കെ വളരെ അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നവരാണ്. നല്ല രീതിയിൽ ജോലി ചെയ്ത് ഈ മക്കളെയും സഭയെയും ഒക്കെ പോറ്റി പുലർത്തിയവരാണ്. എന്നാൽ അവരുടെ തലമുറ ഈ ഒരു സംവിധാനത്തിലേക്ക് പ്രവേശിക്കുവാനായി മടിക്കുന്നു. അവരോട് ഒരു പുരോഹിതന് പോലും ഒന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മളെ അവിടോട്ടൊക്കെ അയക്കുന്നതിന് മുമ്പേ സഭ വ്യക്തമായി പറയും, കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിക്കരുത്, കല്യാണം കഴിച്ചവരോട് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലയോ എന്ന് ചോദിക്കരുത്, എന്താണ് ജോലി എന്ന് ചോദിക്കരുത്, എന്താണ് ശമ്പളം എന്ന് ചോദിക്കരുത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് വിടുന്നത്. അതുകൊണ്ട് പേടിയാണ് നമുക്കും ഈ കുഞ്ഞുങ്ങളോട് ഇതൊക്കെ ഒന്ന് ചോദിക്കുവാൻ. അപ്പോഴായിരിക്കും അപ്പച്ചനും അമ്മച്ചിയും വന്ന് പറയും, അച്ഛാ എൻ്റെ മോനും മോളും കല്യാണം കഴിക്കുന്നില്ല, അവരോട് അച്ഛനും സംസാരിക്കണം. പേടിച്ച് പറച്ച് എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കണം. അപ്പോഴേ പറയും, നോ അച്ഛാ, അങ്ങോട്ടങ്ങും കയറല്ലേ, ആ വിഷയങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട. പ്രിയമുള്ളവരെ, ഇന്ന് ഇത് നമ്മുടെയും ഇടയിലായിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളും ഇത് പറഞ്ഞു തുടങ്ങി. എന്തുകൊണ്ട് ഈ സംവിധാനത്തിലേക്ക് കടക്കുവാൻ അവർ മടിക്കുന്നുവെങ്കിൽ അതിനുള്ള കാരണം എന്ത് എന്ന് ഞാനും നിങ്ങളും അന്വേഷിക്കണം. മാതൃകയാകുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുന്ന അനുഭവങ്ങളെ ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ ഈ സംവിധാനത്തിലേക്ക് പ്രവേശിച്ചാൽ എൻ്റെ അപ്പനും അമ്മയും വേർപിരിഞ്ഞ് ജീവിച്ചതുപോലെ ഞങ്ങളും വേർപിരിഞ്ഞ് ജീവിക്കുവാനായിട്ടാണോ ഇത്ര ആഡംബരമായി ദേവാലയത്തിലൊക്കെ വെച്ച് കല്യാണം നടത്തുന്നത്? എന്തിനാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്? ഇവിടെ ഇരിപ്പുണ്ടല്ലോ കുറച്ച് കുഞ്ഞുങ്ങൾ. ആത്മാർത്ഥമായി അച്ഛൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണം എന്ന ആഗ്രഹത്തോടെ? ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ, ഒരു ഏജായിട്ടുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് പ്രായം മുതലാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്? മാതാപിതാക്കന്മാരോട് ഞാൻ പറയാറുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുന്ന നാൾ മുതൽ ഈ അനുഗ്രഹീതമായ പൈതൽ വിശ്വാസത്തിൽ വളർന്ന് ഒരു അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ഓരോ മാതാപിതാക്കന്മാരും പ്രാർത്ഥിച്ചു തുടങ്ങണം. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളും ഈ ഉടമ്പടിയെക്കുറിച്ച്, ഈ വചനത്തിൽ നമ്മൾ കൈക്കൊണ്ട തീരുമാനത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ആ ഉറപ്പ് കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളും അവരും പ്രാർത്ഥിച്ചു തുടങ്ങും. ഒരു ഏജ് മുതൽ അവർ സ്വയം കണ്ടെത്തണമെന്നല്ല അച്ഛൻ പറഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ തന്നെ പോയി കണ്ടെത്തിക്കോ, ഇങ്ങ് കൊണ്ടുപോവാ, അച്ഛൻ കെട്ടിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞില്ല.
പറഞ്ഞില്ലേ? അബദ്ധമൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. എന്താണ് ഞാൻ പറഞ്ഞത്? പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളും യുവതിയുവാക്കളും പ്രാർത്ഥിക്കണം. ദൈവമേ, അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വത്തെ, തക്ക തുണയായിരിക്കുന്നതായ അനുഭവം തരത്തക്ക വിധത്തിൽ ഒരു വ്യക്തിത്വത്തെ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കാട്ടിത്തന്ന് ആ അനുഗ്രഹീതമായ ആ വിവാഹ കുദാശയുടെ അനുഭവത്തിലൂടെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ഓരോ യുവതി യുവാക്കളും പ്രാർത്ഥിക്കണം. അല്ലാതെ അങ്ങ് ഒരു സമയമാകുമ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു പരുവത്തിൽ ഇങ്ങനെ അങ്ങ് നടത്തി വലിയ ആഡംബരമായിട്ട് ഇവിടെ കൊണ്ടു നിർത്തി കുറെ കാശും പൊടിച്ച് നടത്തുന്ന പരിപാടി അല്ല വിവാഹം. പ്രാർത്ഥനയോടെ ഒരുങ്ങി ദൈവാശ്രയത്തോടെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് തിരുവചനമാണ് കൂട്ടിച്ചേർക്കുന്നത്, ഇത് ദൈവവുമായുള്ള ഒരു ഉടമ്പടി ബന്ധമാണ് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ഈ സംവിധാനത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഒരു ബാഹ്യശക്തികളും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. 2, ഈ വേദഭാഗത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, വിവാഹം ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ ആവിഷ്കാരം ആകണം. വിവാഹം ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ ആവിഷ്കാരം ആകണം. മാരേജ് ഈസ് ദ സിംബൽ ഓഫ് ലവ് റിഫ്ലക്റ്റഡ് ബൈ ദ ക്രോസ്. ഒരേ ശരീരം പോലെ 20 വർഷം ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവ് ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഭാര്യയ്ക്ക് ഭ്രാന്ത് പിടിക്കാത്തത് ദൈവാനുഗ്രഹം എന്നേ പറയാനാവും. ഏതാനും നാളുകൾക്ക് ശേഷം ഈ ഭാര്യയ്ക്ക് ഒരു പോസ്റ്റ് കാർഡ് കിട്ടുകയാണ്. പഴയ കാലഘട്ടം കേട്ടോ, പോസ്റ്റ് കാർഡ് കണ്ടിട്ടുണ്ട്. ഒരു പോസ്റ്റ് കാർഡ് ലഭിച്ചു. ആ പോസ്റ്റ് കാർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ അറിയാത്ത വേറെ ചില അടുപ്പങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ അറിയാത്ത വേറെ ചില അടുപ്പങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഓ, തീർന്നു. ഇത് സത്യമാണോ അല്ലയോ, ഇത് സത്യമല്ലയോ, സത്യമാണോ എന്നൊക്കെ പറയേണ്ട ആളങ്ങ് മരിച്ചും പോയി. ആകെപ്പാടെ ടെൻഷനായി, വല്ലാത്ത ആൻസൈറ്റി ഉണ്ടാവും, ഭയങ്കരമായ ടെൻഷൻ. അയ്യോ, ഈ പോസ്റ്റ് കാർഡിൽ പറഞ്ഞ കാര്യം ശരിയാണ്, ഒന്നാമത് വേണമെങ്കിൽ ചെയ്യാം, ഈ പോസ്റ്റ് കാർഡ് കാറ്റിൽ കീറി പറത്തിക്കളയാം. പക്ഷേ അതൊന്നും ചെയ്തില്ല. അതിനു മീതെ അടയിരിക്കുകയാണ് ഈ സ്ത്രീ. ഹിസ്റ്റീരിയായി അയാളെ അടക്കിയ പള്ളി സെമിത്തേരിയിൽ ശേഷിപ്പുകൾക്ക് മീതെ ഒരു തടിക്കുരിശ് വച്ചിട്ടുണ്ടായിരുന്നു. അത് അടർത്തിയെടുത്ത് പല കഷ്ണങ്ങളായി ഒടിച്ച് കളഞ്ഞിട്ട് വാവിട്ട് കരയുകയാണ്. ചതിക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ 20 വർഷം? എന്നെ നിങ്ങൾ ചതിക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ 20 വർഷം? ആ ശവകുടീരത്തിൻ്റെ മണ്ടയ്ക്കിരുന്ന തടിക്കുരിശെടുത്ത് ഒടിച്ച് കഷ്ണം കഷ്ണമാക്കി കളഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ 20 വർഷം? മരിച്ചുപോയ ആളിനോട് പോലും ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളാണ് റെക്കൺസിലേഷനെ കുറിച്ച് പഠിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തോ വെച്ചാൽ പഠിക്കുന്നത്? ഹോളി കമ്മ്യൂണിയൻ അല്ലേ? മരിച്ചുപോയ ആളിനോട് പോലും ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളാണ് കാണപ്പെട്ട ഭർത്താവിനോടും ഭാര്യയോടും ക്ഷമിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കണം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ കുമ്പസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് സഹോദരനോടും സഹോദരിയോടും എല്ലാം നിരന്നു അതിൻ്റെ അടയാളമായി കയ്യസൂരിയൊക്കെ കൊടുത്ത് വിശുദ്ധ ശരീരരക്തങ്ങളെയൊക്കെ അനുഭവിച്ചു പോകുന്ന നമ്മൾ എന്തോത്തിലാണ് നിരക്കുന്നത്? വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ്, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും വാർത്തകൾ കടന്നു വരുമ്പോൾ നേരെ ഒന്ന് ചോദിച്ച് സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ പോലും മനസ്സില്ലാതെ നിമിഷ നേരം കൊണ്ട് ഹൃദയം കഠിനപ്പെടുത്തി വല്ലാതെ വഷളാക്കി കളയുന്ന ജീവിതങ്ങളല്ലേ നമ്മുടെ ജീവിതങ്ങൾ? നമുക്ക് നമ്മുടേതായ ജീവിതങ്ങളിലെ ഈ കാര്യങ്ങൾ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹം എങ്ങനെയായിരുന്നു? നമ്മുടെ പാപങ്ങളെ നോക്കാതെ
നമ്മുടെ വിശ്വസ്തത, നമ്മുടെ വിശ്വാസമില്ലായ്മയെ കണക്കാക്കാതെ, നമ്മുടെ സംശയങ്ങളെ വകവയ്ക്കാതെ ഉപാധികളില്ലാതെ മറുവിലയായി തീർന്നവനാണ് ഈ കർത്താവ്. നമ്മുടെ സംശയങ്ങളോ നമ്മുടെ മറവിയോ നമ്മുടെ സംശയങ്ങളോ ഒന്നും കണക്കിലാക്കാതെ കർത്താവ് തൻ്റെ ശരീരരക്തങ്ങളെ നമുക്ക് ക്രൂശിൽ തന്നതാണ് ഈ വിശുദ്ധ കൂദാശകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം നിലനിർത്തപ്പെടുന്നത് ഈ ക്രൂശിന്റെ അനുഭവത്തിലൂടെയാണ്. ക്രൂശിൽ വെളിപ്പെട്ടതായ സ്നേഹമായിരിക്കണം കുടുംബത്തിൽ ദൃശ്യവൽക്കരിക്കേണ്ടത്. പകയോ വിദ്വേഷമോ അല്ല ക്രൂശിൽ വെളിപ്പെടുന്നത്. എന്താണ് ക്രൂശിൽ വെളിപ്പെട്ടത്? ഒറ്റിക്കൊടുത്തവനെ പോലും സ്നേഹിക്കുന്നതായ ക്രിസ്തു സ്നേഹം, തള്ളിപ്പറയാനായി വരുന്നവനെ പോലും ചുംബിക്കുന്നതായ ക്രിസ്തു സ്നേഹം, ഓടിപ്പോകുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുവാനായി ആഗ്രഹിക്കുന്ന ക്രിസ്തു സ്നേഹം, തൻ്റെ അമ്മയ്ക്ക് ഒരു മകനെ കണ്ടെത്തി കൊടുക്കുന്നതായ ക്രിസ്തു സ്നേഹം, സർവ്വജനത്തിനും രക്ഷ കൊടുക്കുന്നതായ ക്രൂശനുഭവം. ഈ ക്രൂശനുഭവമാണ് ഓരോ കുടുംബജീവിതത്തിനും മാതൃക എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഇവിടെയൊന്നും കേൾക്കുന്നതായ എന്തെങ്കിലും വാർത്തകളോ തെറ്റായ എന്തെങ്കിലും ചിന്തകളോ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് ഒഴിച്ചു കളയാനുള്ള മാർഗങ്ങളോ അന്വേഷിക്കുന്നതല്ല. അതെല്ലാം തന്നെ ക്രിസ്തു ക്രൂശിൽ വെളിപ്പെടുത്തിയ സ്നേഹാനുഭവത്തിലൂടെ ക്ഷമിക്കുന്നതാണ്, സഹിക്കുന്നതാണ്, ക്രിസ്തുവിന് വേണ്ടി വഹിക്കുന്നതാണ് ഒരു കുടുംബജീവിതം ഭദ്രമായി നിലനിൽക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ഉം 2-ാം അധ്യായം 24-ലും പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ലും 5-ലും കർത്താവ് ഉദ്ധരിക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധം ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് എന്ന് വ്യക്തമായി യേശുവും ഓർമ്മിപ്പിക്കുകയാണ്. അവരുടെ ഈ ബന്ധം സ്നേഹത്തിൽ ദൃഢമാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നും തന്നെ, ബാഹ്യശക്തികളൊന്നും ദൈവം കൂട്ടിച്ചേർത്ത ഈ ബന്ധത്തെ തകർക്കുവാൻ സമ്മതിക്കരുത്. ക്രൂശിൽ പ്രദർശിപ്പിച്ച സ്നേഹം കൊണ്ട് ഇതിനെ എപ്പോഴും പരസ്പരം വർദ്ധിപ്പിക്കണം. എന്താണ് ഈ സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാൻ അടിസ്ഥാനമായി കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ക്രൂശിൽ വെളിപ്പെട്ട ആ സ്നേഹം. അതിലുപരിയായി ഒന്നിലും ആശ്രയം വച്ചാൽ നമ്മുടെ കുടുംബജീവിതങ്ങളിലെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായി സാധ്യമല്ല. ലോകത്തിലെ ഒന്നും തന്നെ ഈ പറയുന്നതായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായി നമ്മളെ സഹായിക്കില്ല. എന്നാൽ ക്രൂശിലേക്ക് നോക്കിയാൽ വ്യക്തമായി അത് മനസ്സിലാകും. അവൻ സകലതും നമുക്കായി ക്ഷമിച്ചവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഭൂമിയിലേക്ക് വന്ന് അവൻ അവൻ്റെ ശരീരരക്തങ്ങളെ ചിന്തി നൽകിയാണ് നമ്മളെ വീണ്ടെടുത്തത്. കിരീടം വാഴ്വ് എന്ന് പറയുന്ന ഈ വിവാഹത്തിൻ്റെ 2-ാം ശുശ്രൂഷയിൽ വാനിൽ നിന്ന് ഒരു മകുടം എന്നുള്ളതായ ആ ഗീതം ആലപിക്കുമ്പോൾ മാലയുടെ അറ്റത്ത് ഉള്ളത് എന്താണ്? ക്രൂശാണ്. ക്രൂശടയാളമാണ് ആ കിരീടവാഴ്വിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. മണവാളനും മണവാട്ടിയും ഭാര്യയും ഭർത്താവും, അതായത് മണവാളനും മണവാട്ടിയുമാണല്ലോ പിന്നെ ഭാര്യയും ഭർത്താവും എന്ന കുടുംബം എന്ന സാമ്രാജ്യത്തിലെ രാജാവും രാജ്ഞിയുമാണ് കിരീടധാരണം ചെയ്യപ്പെടുന്നത്. ആ മണവാളനും മണവാട്ടിയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമാണ് രാജാവും രാജ്ഞിയുമായി കിരീടധാരണം ചെയ്യപ്പെടുകയാണ്. ഇതിലൂടെ അവർ ദൈവരാജ്യത്തിലെ പദവികൾക്ക് ഓഹരിക്കാരാവുകയാണ്. അത് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയുടെ അടയാളമാണ്. കിരീടധാരണം, ക്രൂശിന്റെ അനുഭവത്തിലൂടെ ആ കിരീടം ധരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഈ കുടുംബം പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. നീതിയുടെ കിരീടം സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ കരങ്ങളാൽ ഇറങ്ങി വരുന്നതാണ് കിരീടവാഴ്വ്. അത് സന്തോഷത്തിൻ്റെയും വരുവാനിരിക്കുന്ന സ്വർഗീയ ഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. അത് വിജയത്തിൻ്റെ ചിഹ്നമാണ്. അത് ക്രൂശാണ്. ക്രൂശ് എന്ന് പറയുന്ന ആ അടയാളമാണ് ഈ കിരീടധാരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ക്രൂശിൽ കണ്ട സ്നേഹം നമ്മുടെ കുടുംബത്തിൽ കാണണം. ഇന്ന് നമുക്കതിന് സാധിക്കുന്നുണ്ടോ? വല്ലാത്ത അന്തരീക്ഷ മലിനീകരണം ഡൽഹിയിലൊക്കെ ഉണ്ട് അല്ലേ? പുക, ദീപാവലിയുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പുക ഡൽഹിയിലൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു കാണും. വല്ലാത്ത പുക ബാധിച്ചിരിക്കുകയാണ്, മലിനീകരണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും ധാർമ്മികമായ മലിനീകരണം, ലൈംഗികതയുടെ അരാജകത്വം വ്യാപകമാണ്.
ഒരാൾ വിശേഷിപ്പിച്ചത് EMSഉം PMSഉം എല്ലാം ഇന്ന് കുടുംബജീവിതത്തിൽ വല്ലാതെ ഉണ്ട് എന്നാണ്. EMSഉം PMSഉം എന്തോന്നറിയാവോ? EMS എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, PMS പ്രീ മാരിറ്റൽ സെക്സ്. എക്സ്ട്രാ മാരിറ്റൽ സെക്സും പ്രീ മാരിറ്റൽ സെക്സും ഇന്ന് വല്ലാതെ കുടുംബങ്ങളിൽ മലിനത വരുത്തുകയാണ്. വിവേകേതര ലൈംഗിക ബന്ധങ്ങളും വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങളും നിഷിദ്ധമെന്ന് കരുതാത്ത മൂല്യബോധങ്ങൾ വർദ്ധിക്കുകയാണ്. എങ്ങനെയും ജീവിച്ചിട്ട് എങ്ങനെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാം, ഇതൊന്നും പാപമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരവും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ മധ്യത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ഈ ബാഹ്യശക്തികളുടെ അപകടങ്ങളിലേക്ക് കടന്ന് ഹൃദയം കഠിനപ്പെടുത്താത്ത അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ വചനത്തിലും ഈ ക്രൂശിനും വ്യക്തമായി ഉറച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. കുടുംബ ജീവിതത്തിൻ്റെ ഭദ്രത തകർക്കുന്ന വിവാഹമോചനം ദൈവിക സംവിധാനത്തിൻ്റെ ഭാഗമല്ല. വ്യക്തിയുടെ രതിസുഖവും കാമസൗകര്യവുമല്ല വിവാഹത്തിലെയോ ലൈംഗിക ബന്ധത്തിലെയോ മാനദണ്ഡം. ഇതിനായിട്ട് മാത്രമാണ് വിവാഹം കഴിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ധാരണ വല്ലാതെ ഇന്നുണ്ട്. ഈ ഒരു സംവിധാനത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനാണ്? ലൈംഗിക തൃപ്തി പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബജീവിതത്തിൽ, അത് ഒരു പരിധിവരെ ശരിയാണ്. എന്നാൽ അതിനതീതമായി കുടുംബം, മക്കളുടെ ആരോഗ്യകരമായ വളർച്ച, സുരക്ഷിതത്വ ബോധം, സ്നേഹം കിട്ടാൻ അവർക്കുള്ള അവകാശം, ഇതൊക്കെ ചേരുമ്പോഴാണ് വിവാഹ ജീവിതം അനുഗ്രഹമാകുന്നത്. ഒന്നും കൂടെ പറയാം. എന്താണ്? കുടുംബം, അതിലെ മക്കളുടെ ആരോഗ്യകരമായ വളർച്ച, സുരക്ഷിതത്വ ബോധം, സ്നേഹം കിട്ടാൻ അവർക്കുള്ള അവകാശം, ഇതൊക്കെ ചേരുമ്പോഴാണ് വിവാഹ ജീവിതം അനുഗ്രഹീതമായ കുടുംബജീവിതമായി മാറുന്നത്. നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ഇന്ന് സുരക്ഷിതത്വ ബോധമുണ്ടോ? സത്യസന്ധതയും നീതിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? തെറ്റായ ജീവിത രീതികളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നതിന് കാരണം എന്താണ്? EMSഉം PMSഉം ഒക്കെ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഭരിക്കുന്നുണ്ടോ? വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും തെറ്റായ ജീവിതം നയിക്കുന്ന പരിപാടികൾ തുടരുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. വ്യക്തമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവമേ, പറ്റിപ്പോയ തെറ്റുകൾ നിൻ്റെയും എൻ്റെ തുണയുടെ മുമ്പിലും ഞാൻ ഏറ്റുപറഞ്ഞ് ദൈവത്തിനായി ഞാൻ ജീവിക്കുമെന്ന് നമ്മൾ തീരുമാനമെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഹൃദയത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ ശിഥിലമാക്കുവാൻ ഒരു ബാഹ്യശക്തിയെയും ജീവിതത്തിലേക്ക് കടക്കുവാൻ ഇടയാക്കരുത്. എന്തിനോടും രണ്ട് തരത്തിലുള്ള സമീപനമാണ് തത്വശാസ്ത്ര ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രോബ്ലമും മിസ്റ്ററിയും. രണ്ട് സമീപനമാണ് ഏത് കാര്യങ്ങളിലും നമ്മൾ എടുക്കുന്നത്. പ്രോബ്ലം, മിസ്റ്ററി. ആദ്യത്തേതിൽ നിങ്ങൾ എല്ലാവരെയും എല്ലാത്തിനെയും കുരുക്കഴിക്കേണ്ട ഒരു പദപ്രശ്നമായി കാണുകയാണ്. രണ്ടാമത്തതിൽ അഗാധമായ നിഗൂഢതയായി അവരനെ കണ്ട് മിഴി നിറഞ്ഞ് കരം കൂപ്പി നിൽക്കുകയാണ്. അതൊരു ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ മനസ്സിലാകും. ജോലി കഴിഞ്ഞ് എത്തിയ ഭർത്താവിനോട് അയാളുടെ ഭാര്യ അയാളുടെ അമ്മയിൽ നിന്ന് ലഭിച്ച അപഹാസത്തെപ്പറ്റി പരാതി പറയുന്നു. ഉടനെ തന്നെ അയാൾ, നീ അല്ലേ ക്ഷമിക്കേണ്ടത്, ഈ പ്രായത്തിൽ എൻ്റെ അമ്മയെ മാറ്റാൻ എനിക്ക് കഴിയുമോ? ഇങ്ങനെയുള്ള പ്രയോഗം നടത്തുന്നതാണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. ഭാര്യയോട് എന്താണ് പറയുന്നത്? എനിക്ക് എൻ്റെ അമ്മയെ മാറ്റാൻ പറ്റുമോ? നീ അങ്ങ് സഹിച്ചും വഹിച്ചും കഴിയണം. രണ്ടാമത്താണെങ്കിലോ മിസ്റ്ററി പരമായിട്ടുള്ള ഒരു സമീപനമാണെങ്കിലോ, രണ്ടാമത്തതാകട്ടെ, ഈ ചെറിയ പെൺകുട്ടി തനിക്ക് വേണ്ടി എല്ലാം നിശബ്ദമായി സഹിക്കുന്നുവല്ലോ എന്ന് ഓർത്ത് നിറമിഴികളോടെ അവളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നത് ആണ് ഈ മിസ്റ്ററി ആയിട്ടുള്ള സമീപനം. എന്താണ്? ഒറ്റ ചുംബനം. ഈ പരാതിയൊക്കെ നെല്ലിച്ചാക്കൊക്കെ അഴിച്ചിട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഭാര്യയോട് അവൾക്ക് നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ട്, സാരമില്ല, എല്ലാം ദൈവത്തിന് അറിയാം, നീ സഹിച്ചും വഹിച്ചും നിൽക്കുന്നത് ദൈവത്തിന് അറിയാം എന്ന് ഒരു ചുംബനം കൊടുത്താൽ പ്രശ്നം മാറും. ഇതിന് പകരം നമ്മൾ വലിയ തത്വശാസ്ത്രമൊക്കെ അടിച്ചുവിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അമ്മയെ മാറ്റാനൊക്കൂ അപ്പനെ മാറ്റാനൊക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്പരം മസിൽ പിടിച്ചിരുന്നാൽ കുടുംബജീവിതം വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതിന് പകരം വളരെ ശാന്തമായി
പരസ്പരം സ്നേഹിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതിക്കൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായി ശ്രമിക്കണം. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളുടെയും പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒന്ന് ക്ഷമ ചോദിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് സ്നേഹിക്കുവാൻ ഒരു ചെറിയ തലോടൽ കൊടുത്തിരുന്നുവെങ്കിൽ എത്രയോ വർഷങ്ങൾ ഈ കുടുംബങ്ങൾ നിലനിന്നേനെ. ഈ കുഞ്ഞുങ്ങൾ വേദന അനുഭവിക്കുകയില്ലായിരുന്നുവല്ലോ, അവർ അനാഥരായി പോകുകയില്ലായിരുന്നുവല്ലോ, അവരല്ലെങ്കിൽ മറ്റ് കുടുംബങ്ങളിൽ ചെന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് അവരുടെ മക്കളായിട്ടൊക്കെ ജീവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇങ്ങനെയുള്ള ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണം എന്താണ്? ഓർമ്മ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. എന്തിൻ്റെ ഓർമ്മയാണ്? തിരുവചനമാണ് കൂട്ടിച്ചേർത്തതെന്നുള്ള ഓർമ്മ. ദൈവവുമായി എടുത്ത ഉടമ്പടിയെ ഞാൻ മറക്കുന്നത് കൊണ്ട്. രണ്ടാമതെന്താണ് ഞാൻ പറയാൻ ശ്രമിച്ചത്? ദൈവം അല്ലെങ്കിൽ ക്രൂശ് കാട്ടിത്തരുന്നതായ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം കുടുംബ ജീവിതം. അതിന് വിപരീതമായി മറ്റെന്തെങ്കിലും നൂലാമാലകൾ കണ്ടെത്തി, ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഉപാധികൾ കണ്ടെത്തി ഒഴിഞ്ഞു മാറിപ്പോകുവാനായിട്ടാണ് കുടുംബജീവിതത്തിൽ ചിന്തിക്കുന്നതെങ്കിൽ ഈ 2-3 ദിവസത്തിലെ ധ്യാനങ്ങൾ കൊണ്ട് ആ ചിന്തകളെ മാറിപ്പോകുവാനും ഈ വചനത്തിൽ ഉറയ്ക്കുവാനും ക്രൂശിൽ ആശ്രയം വെക്കുവാനും കുടുംബജീവിതം നയിക്കുന്ന നമുക്കും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹീതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായി ഈ 2-3 ദിവസങ്ങളിലെ ധ്യാനം കൊണ്ടും കുടുംബ ഞായറാഴ്ചത്തെ ഒന്നിച്ചുള്ള കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ അനുഭവിക്കുന്നതായ ആ അനുഭവം കൊണ്ടും നമുക്ക് ആയിത്തീരുവാനായിട്ട് സാധിക്കണം. അതിന് ഇടവകയെ ഒരുക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 21-ാം വയസ്സിൽ വിവാഹം കഴിച്ച ഒരു അധ്യാപകനായിരുന്നു അയാൾ. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ കൊച്ചു വർത്തമാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ക്ലാസ്സിൽ ഒരു സുന്ദരിക്കുട്ടിയുണ്ടെന്ന് അയാൾ ഭാര്യയോട് പറഞ്ഞു. റോസി എന്നാണ് ആ സുന്ദരിക്കുട്ടിയുടെ പേരും എന്ന് അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. റോസിയെ സൂക്ഷിച്ചു നോക്കിയാൽ അവൾക്ക് ഒരു നുണക്കുഴിയും ഉണ്ട് എന്ന് ഈ 21-ാം വയസ്സിൽ കല്യാണം കഴിച്ച അധ്യാപകൻ തൻ്റെ ഭാര്യയോട് പറയുകയാണ്. അതിമനോഹരിയാണ് റോസി, അവളെ സൂക്ഷിച്ചു നോക്കിയാൽ അവൾക്ക് ഒരു നുണക്കുഴി ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾക്ക് 80 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. പെൻഷൻ വാങ്ങി മടങ്ങി വരുമ്പോൾ മുറ്റത്ത് കിടന്ന ഒരു തടിക്കഷ്ണത്തിൽ കാൽ തട്ടി വീണു. തടിക്കഷ്ണം കണ്ടില്ല എന്ന് ഭാര്യയോട് അയാൾ വന്ന് പരാതി പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, റോസിയുടെ നുണക്കുഴി കണ്ട ആൾക്ക് ഇത്രയും വലിയ മരക്കഷ്ണം കാണാൻ കണ്ണില്ലേ മനുഷ്യ? റോസിയുടെ നുണക്കുഴി കണ്ട നിങ്ങൾക്ക് ഈ ചെറിയ തടിക്കഷ്ണം കാണാൻ, ഈ വലിയ തടിക്കഷ്ണം കാണാൻ കണ്ണില്ലേ മനുഷ്യ? 60 വർഷം മുമ്പുള്ളത് ഓർത്തുവച്ച് ആഞ്ഞുവീശാൻ കൊടിവാളുമായിരിക്കുന്നവരാണോ നമ്മൾ ഇന്ന്? 21-ാമത്തെ വയസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ 60 വയസ്സായി. ഇതുപോലെ വല്ലവും എടുത്ത് വീശാൻ ഭാര്യയും ഭർത്താവും ഒക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഈ ധ്യാനം കൊണ്ട് അതൊക്കെ ഉരുകിപ്പോണം. അല്ലെങ്കിൽ ഒരു ഗുണവും ഈ 3 ദിവസം മെനക്കൊട്ടുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. എന്നെക്കാട്ടി വലിയ പേരുള്ള പ്രസംഗരെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. തീരുമാനം നമ്മുടെയാണ്, അല്ലേ? നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇതുപോലൊക്കെ സംഗ്രഹിച്ചു വച്ചിട്ട് 10-60 വർഷം കഴിഞ്ഞ് കൊടിവാള് വീശാനായിട്ട് ഇത് പ്രയോഗിക്കാനിരിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്ത് മാറ്റമാണ് നമ്മളിൽ ഈ ധ്യാനം കൊണ്ടുണ്ടാകാൻ പോകുന്നത് എന്ന് തീരുമാനിക്കണം. ഇതുപോലുള്ള എന്തെങ്കിലും കൊടിവാൾ ആരെങ്കിലും ഉള്ളിൽ വീശാൻ വച്ചിട്ടുണ്ടെങ്കിൽ ആ കൊടിവാളിൻ്റെ മൂർച്ച കുറയ്ക്കണം, അത് ഇല്ലാതാക്കണം. അതിനാണ് ധ്യാനം, അതിനാണ് കുടുംബധ്യാനം. പ്രിയമുള്ളവരെ, വചനം നമ്മളെ ഒന്നാക്കിയിരിക്കുന്നു. ഇതൊരു ശക്തമായ ഉടമ്പടി ബന്ധമാണ്. ഈ ഉടമ്പടി ബന്ധം നിലനിൽക്കുന്നത് ക്രൂശ് എന്ന അടയാളത്തെ ജീവിതത്തിൽ പ്രാപ്യമാക്കിക്കൊണ്ട് അനുഗ്രഹീതമായി ക്രൂശ് തരുന്ന നല്ല ദർശനങ്ങളെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, സഹിഷ്ണുതയുടെ ചേർത്ത് നിർത്തലിനെ, ഉൾക്കൊള്ളലിനെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അനുഗ്രഹീതമായ കുടുംബജീവിതം തുടരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയ അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും പ്രിയപ്പെട്ട ഇടവജനങ്ങളോടും എല്ലാവരോടും ഗായക സംഘാംഗങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ഒരാൾക്ക് പ്രാർത്ഥിക്കാം.